പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം കരുണ തോന്നുന്ന സ്വർഗീയ പിതാവ്. സങ്കീർത്തനം 103:13. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. ആ വചനത്തിൻ്റെ അർത്ഥം, ഈ ഭൂമിയിൽ നിന്റെ മാതാപിതാക്കൾ നിന്നോട് കരുണ കാണിക്കുന്നത് പോലെ, നിന്നെ സഹായിക്കുന്നത് പോലെ, നിന്നെ കരുതുന്നത് പോലെ, അതിനേക്കാൾ ഉപരിയായിട്ട് നിന്റെ പിതാവിനും മാതാവിനും നീ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എപ്പോഴും നിന്നെ കൈതാങ്ങാൻ കഴിയത്തില്ല. പക്ഷെ ഒരപ്പനും അമ്മയും നിന്നെ തള്ളിക്കളഞ്ഞാൽ, ഒരപ്പനെ പോലെ സ്നേഹിക്കുന്ന, ഒരമ്മയെപ്പോലെ സ്നേഹിക്കുന്ന, കരുണ തോന്നുന്ന ഒരു സ്വർഗീയ പിതാവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടെന്ന് മറന്നു പോകരുത്. നിങ്ങളേത് സാഹചര്യങ്ങളായിരുന്നാലും ഒരു സ്വർഗീയ പിതാവ് നമ്മോട് കരുണ തോന്നുന്ന അപ്പനാണ്. ഈ വചനത്തിൽ പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. അപ്പോൾ ദൈവത്തിൻ്റെ ഭക്തന്മാരോട് ആർക്കും കരുണ തോന്നാൻ മനസ്സുണ്ടായില്ലെങ്കിലും ഒരു സ്വർഗത്തിലെ അപ്പൻ ഒരു ദൈവഭക്തനോട് കരുണ തോന്നും. അതാണ് നമ്മുടെ സ്വർഗീയ അപ്പൻ്റെ പ്രത്യേകത. തിരുവചനത്തിൽ 1 യോഹന്നാൻ 3:1 പഠിപ്പിക്കുന്നത്, കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. അപ്പൊ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ പ്രത്യേകത, അവൻ കരുണയുള്ള പിതാവാണ്. 2, വലിയ സ്നേഹമുള്ള പിതാവാണ്. അപ്പൊ ഈ ഭൂമിയിൽ ഒരപ്പനും അമ്മയിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം എന്നെയും നിങ്ങളെ സൃഷ്ടിച്ചവനായ സ്വർഗീയ പിതാവിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട സംരക്ഷണവും, നമുക്ക് ലഭിക്കേണ്ട നന്മയും, ദൈവീക സ്നേഹവും സ്വർഗീയ പിതാവ് ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തൻ സ്വർഗത്തിലെ പിതാവായ അപ്പൻ ചെയ്തു തരുമെന്നുള്ള ഉറപ്പാണ് ഈ തിരുവചനത്തിലൂടെ നമ്മെ വ്യക്തമാക്കുന്നത്. മറ്റൊരു വചനം കൂടെ, ആ വചനത്തിൽ മലാഖി 3:17 ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവനെ ആദരിക്കും. അതായത് ഒരു അപ്പൻ മകനെ ആദരിക്കുന്നത് പോലെ ഒരു ദൈവഭക്തനെ സ്വർഗത്തിലെ പിതാവായ അപ്പൻ ആദരിക്കും. അപ്പൊ സ്വർഗത്തിലെ പിതാവായ അപ്പൻ്റെ പ്രത്യേകത, ഈ ഭൂമിയിലെ ഒരു അപ്പൻ ഒരു തലമുറയോട്, തൻ്റെ മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ സ്വർഗീയ പിതാവായ ദൈവം ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തനോട് കരുണ കാണിക്കും. 2, ഒരപ്പൻ ഒരു കുഞ്ഞിനെ ശുശ്രൂഷ ചെയ്ത് ആദരിക്കുന്നത് പോലെ, അതായത് ഒരു കുഞ്ഞ് ഒരപ്പനും അമ്മയ്ക്കും ഭവനത്തിൽ ജനിച്ചു വീഴുമ്പോൾ ആ അപ്പനും അമ്മയും കുഞ്ഞിനെ അത് അറിവ് വരുന്നത് വരെ തലോടി ആ കുഞ്ഞിനെ കരങ്ങളിൽ വഹിച്ചും ഉറക്കിയും തൊട്ടിലിൽ ആട്ടിയും ഒരപ്പനും അമ്മയും എങ്ങനെയാണോ ആ കുഞ്ഞിനെ വളർത്തുന്നത്, അതിന് കൊടുക്കുന്ന സ്നേഹവും ലാളനവും കൊടുത്ത് ആ കുഞ്ഞിന് ചെയ്യേണ്ട അറിവ് വരെയും അത് ഓടി കളിച്ച് അത് അറിവ് വരെയും അവനെ ശുശ്രൂഷിക്കുന്നത് പോലെ സ്വർഗത്തിലെ പിതാവായ ദൈവം ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ദൈവഭക്തനെ അതുപോലെ ആദരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമെന്ന സ്വർഗീയ പിതാവായ അപ്പൻ നമുക്ക് ഉറപ്പ് തരുന്നു. ഇപ്പൊ ഒന്നാമതായി സ്വർഗത്തിലെ പിതാവ് നമുക്ക് ഉറപ്പ് തരുന്നത്, ഈ ഭൂമിയിൽ ഒരപ്പൻ
ഒരു തലമുറയോട് മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ സ്വർഗത്തിലെ പിതാവായ ദൈവം ഈ ഭൂമിയിലെ ഒരു ഭക്തനോട് കരുണ കാണിക്കും. 2, ഒരപ്പനും അമ്മയും ഈ ഭൂമിയിൽ തൻ്റെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ വഹിച്ച് ശുശ്രൂഷിച്ച് അറിവ് വരുന്നവരെയും അവർക്ക് പാല് കൊടുത്ത് ഭക്ഷണം കൊടുത്ത് അവരെ കരങ്ങളിൽ വഹിച്ച് ശുശ്രൂഷിച്ച് അവരെ വളർത്തി അവരെ ആദരിക്കുന്നു. അതുപോലെ സ്വർഗീയ പിതാവായ അപ്പൻ ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തനെ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന കാലം വരെ നമ്മെ ശുശ്രൂഷിച്ച് നമ്മെ സഹായിക്കാനുള്ള ദൂതന്മാരെ ഭൂമിയിൽ അയച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതത് സമയത്ത് ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തനെ ആദരിക്കാനും ശുശ്രൂഷിക്കാനും മാനിക്കാനും അവനാവശ്യമുള്ളത് കൊടുത്ത് സഹായിക്കാനും തക്കവണ്ണം ഒരു സ്വർഗീയ പിതാവ് ഈ ഭൂമിയിലെ ഒരു അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ അങ്ങനെ ശുശ്രൂഷിച്ച് ആദരിക്കുന്ന പോലെ സ്വർഗീയ പിതാവ് ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തനെ ആവശ്യമായത് കൊടുത്ത് ശുശ്രൂഷിച്ച് ആ ഭക്തനെ ആദരിക്കുന്നതാണ് സ്വർഗീയ പിതാവായ അപ്പൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, ആ സ്വർഗീയ പിതാവിൻ്റെ പ്രത്യേകത അവൻ സ്നേഹിക്കുന്ന അപ്പനാണ്. അതാണ് നമ്മൾ വായിച്ചത്. 1 യോഹന്നാൻ 3:1 കാൺമിന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കും. ഇപ്പൊ 1-ാമത്തെ നമ്മൾ ചിന്തിച്ചത് കരുണയുള്ള അപ്പൻ. ഒരപ്പൻ തലമുറയെ നോക്കുന്നത് പോലെ പരിപാലിക്കുന്ന പോലെ. മറ്റൊരു കാര്യം, ഒരപ്പനും അമ്മയും തലമുറയെ ആദരിച്ച് ശുശ്രൂഷിച്ച് അവരെ ഒരു ലക്ഷ്യത്തിലെത്തുന്നവരെ അവർക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തനെ അതുപോലെ വഴി നടത്തുമെന്നും സ്വർഗത്തിലെ പിതാവായ അപ്പൻ ഉറപ്പു തരികയാണ്. മറ്റൊന്ന്, ഈ ഭൂമിയിൽ നമുക്ക് സ്നേഹം നൽകുന്ന അപ്പനോ അമ്മയോ നമുക്ക് പ്രിയപ്പെട്ടവർ സ്നേഹം നൽകുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരപ്പനാണ് ആ സ്വർഗത്തിലെ പിതാവായ അപ്പൻ. ഈ പിതാവായ അപ്പൻ്റെ പ്രത്യേകത കരുണ തോന്നുന്ന അപ്പൻ, സ്നേഹിക്കുന്ന അപ്പൻ, ആദരിക്കുന്ന അപ്പൻ, നമ്മെ ശുശ്രൂഷിക്കുന്ന അപ്പൻ. ഈ ഭൂമിയിൽ ഒരു ഭക്തൻ എന്തൊക്കെ ആവശ്യമായിരിക്കുന്നു അതത് സമയത്ത് നൽകി നമ്മെ ആദരിക്കുകയും നമുക്ക് വേണ്ടുന്ന നൽകുന്നതാണ് നമ്മുടെ സ്വർഗീയ അപ്പൻ്റെ പ്രത്യേകത. തിരുവചന അടിസ്ഥാനത്തിൽ പുതിയ നിയമഭാഗത്ത് ഈ സ്വർഗീയ അപ്പൻ്റെ പ്രത്യേകത ഞാനൊന്ന് വേഗത്തിൽ പങ്കുവയ്ക്കുകയാണ്. അതിനാധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 20-ാം വാക്യം ഞാൻ വായിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഈ തിരുവചന അടിസ്ഥാനത്തിൽ ഈ അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന വചനവുമായി ബന്ധപ്പെട്ട ഞാൻ പറയുന്നത്. നമ്മുടെ സ്വർഗീയ അപ്പൻ്റെ പ്രത്യേകതയാണ് ഈ ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഒരു സ്വർഗീയ പിതാവായ അപ്പൻ്റെ നല്ല ഗുണങ്ങൾ. എന്നാൽ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉപമകളിലൂടെ ശിഷ്യന്മാരെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിൽ ഒരു കുടുംബത്തെ കൊണ്ടുവന്നിട്ട് ഒരു ഭവനത്തിൽ ഒരു അപ്പനും 2 ആമക്കളും ആൺകുട്ടികളുമുള്ള ഒരു കുടുംബത്തിന്റെ ചിത്രം ശിഷ്യന്മാർക്ക് വരച്ചു കാട്ടുകയാണ്. ഈ ഉപമകളിലൂടെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലൂടെ കർത്താവായ യേശു നമ്മെ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം ഇതുപോലെ ഒരപ്പൻ കാത്തിരുന്ന് സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് തെറ്റുകളൊക്കെ ക്ഷമിച്ച് നമ്മെ മാറോട് ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ഒരപ്പനാണ് സ്വർഗീയ പിതാവായ അപ്പനെന്ന്
മനസ്സിലാകുവാൻ വേണ്ടി വ്യക്തതയോടുകൂടെ ഒരു കുടുംബത്തിന്റെ ചരിത്രത്തെ കർത്താവായ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് അങ്ങനെ ഒരു കുടുംബത്തിന്റെ ചിത്രം വരച്ചു കാട്ടി അവരോട് സംസാരിക്കുന്ന ഭാഗമാണ്. യേശുവരോട് സംസാരിക്കുമ്പോൾ സ്വർഗീയ പിതാവിന്റെ ഗുണവിശേഷങ്ങൾ ഇവർ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇതിലൂടെ സംസാരിക്കുന്നത്. യേശു പറഞ്ഞു, ഒരു ഭവനത്തിൽ ഒരു അപ്പന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഇളയ പുത്രൻ അപ്പനോട് വഴക്കിട്ടു. അപ്പനോട് പറഞ്ഞു, അപ്പാ, എൻ്റെ സ്വത്തൊക്കെ എനിക്ക് വേണം. കാരണം ഇളയ പുത്രന്റെ ജീവിതത്തിൽ അവന് ലോകവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ലോകത്തിലെ കൂട്ടുകാരുമായിട്ട് അവനൊരു ബന്ധമുണ്ടായിരുന്നു. ഇന്ന് രാത്രി, ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏതോ യൗവനക്കാരോടും യൗവനക്കാരിയോട് സംസാരിക്കുന്നു. പ്രിയ കുഞ്ഞെ, നിന്നെ നശിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ നന്മയെ തകർക്കുന്ന, നിന്റെ സന്തോഷത്തെ കെടുത്തുന്ന ഈ ലോകത്തിലെ ഏതെങ്കിലും ബന്ധങ്ങളിൽ നീ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധം നിന്റെ ജീവിതത്തിൽ നന്മയ്ക്കല്ല, ആ ബന്ധം നിന്റെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളെയും ശൂന്യമാക്കി നിന്റെ ജീവിതത്തെ നശിപ്പിക്കാനത്രേ. അതുകൊണ്ട് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ പറയുന്നു, ഈ ഭൂമിയിലെ ഒരു അപ്പന്റെ സ്നേഹത്തെക്കാൾ ഒരു സ്വർഗീയ അപ്പന്റെ സ്നേഹം എന്ന് പറയുന്നത്, അവൻ സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ്, ആദരിക്കുന്നവനാണ്, നിന്നെ ശുശ്രൂഷിക്കുന്നവനാണ്. ഈ അപ്പൻ നിന്റെ കുറവുകളെ ക്ഷമിക്കും. ഈ അപ്പൻ ക്ഷമിക്കുന്ന അപ്പനാണ്. നിന്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് നിന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സ്വർഗീയ രാജ്യത്തിന്റെ അവകാശിയായി നിനക്ക് ഈ ഭൂമിയിലും വരുവാനുള്ള നിത്യതയിലും നിനക്കൊരു നന്മ നൽകി നിന്നെ മാനിക്കുന്ന അപ്പനാണ് സ്വർഗത്തിലെ അപ്പൻ. ഈ തിരുവചനം ഞാൻ പങ്കുവെക്കുമ്പോൾ ഈ യേശു പറയുന്ന ഒരു കുടുംബത്തിന്റെ ചിത്രം ശിഷ്യന്മാർക്ക് വരച്ചു കാട്ടി കൊടുക്കുന്നതിന്റെ അർത്ഥം ഒരു സ്വർഗീയ അപ്പന്റെ സ്നേഹത്തെ ആഴമായി പഠിപ്പിക്കുകയാണ്. ഒരപ്പന് 2 പുത്രന്മാരുണ്ടായിരുന്നു. എന്നാൽ ഇളയ പുത്രൻ ലോകവുമായിട്ട് ബന്ധം. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ എന്നെ കേൾക്കുന്ന ആരോടോ പരിശുദ്ധം പറയുന്നു, അപ്പനും അമ്മയും വീട്ടുകാരും അറിയാതെ നിയോഗമില്ലാത്തതായ ഏതെങ്കിലും ബന്ധങ്ങളിൽ, കുരുക്കുകളിൽ നീ അകപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, ആ സ്വർഗീയ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞെ. അത് നിന്റെ ജീവിതത്തിൽ, ആ ബന്ധം നിന്റെ ജീവിതത്തെ നന്മയ്ക്കല്ല തിന്മയാണ്. നീ അത് തിരിച്ചറിഞ്ഞ് നീ മടങ്ങി വന്നാൽ ആ സ്വർഗീയ അപ്പൻ നിന്നോട് ക്ഷമിച്ച് നിന്നെ നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവനാണ് ആ സ്വർഗത്തിലപ്പൻ. അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ലോകത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ദുഷ്ടനായവൻ നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുന്നുവെങ്കിൽ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവമേ, ആ സ്വർഗീയ പിതാവ് എന്നോട് ക്ഷമിക്കുന്നുവല്ലോ. യേശുവേ, എൻ്റെ ജീവിതത്തിൽ വന്ന കുറവെന്നോട് ക്ഷമിക്കണം. ആരും അറിയാതെ ചില ബന്ധങ്ങൾ എന്നെ നശിപ്പിക്കുകയാണ്. അതെന്റെ നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ടാണ്. എന്നാൽ യേശുവേ, എനിക്കൊരു വിടുതൽ വേണമെന്ന് ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ നീ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ആരെയോ പുറത്തെടുക്കുകയാണ്. ഏതോ യൗവനക്കാരോട് സംസാരിക്കുന്നു, യൗവനക്കാരിയോട് സംസാരിക്കുന്നു. നീ അറിഞ്ഞും അറിയാതെയും ചില കുടുക്കിൽ അകപ്പെട്ടു പോയി. ഇപ്പോൾ അതിൽ നിന്നും പുറത്തു വരാൻ കഴിയുന്നില്ല. എന്നാൽ സ്വർഗീയ പിതാവിനോട് നീ ചേർന്നിരിക്കുക. ആ യേശുവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് അവിടെ നിന്റെ കുരുക്കഴിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ആ സ്വർഗത്തിലപ്പനാണ്. ഈ തിരുവചനത്തിൽ യേശു ഒരു കുടുംബത്തിന്റെ ചിത്രം വരച്ചു കാട്ടിയിട്ട് ആ സ്വർഗീയ പിതാവായ അപ്പന്റെ സ്നേഹം പറയുകയാണ്. യേശു പറഞ്ഞു, ഒരപ്പന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രാരംഭം പറഞ്ഞതുപോലെ ഇളയ മകൻ ലോകത്തിലും ലോക കൂട്ടുകാരുമായിട്ട് അവന് നല്ല ബന്ധമുണ്ടായിരുന്നു. ആ കൂട്ടുബന്ധം അവന്റെ ജീവിതത്തെ നശിപ്പിക്കുന്ന ബന്ധമായിരുന്നു. അങ്ങനെ അവൻ വീട്ടിൽ അപ്പനോട് വഴക്കിട്ടു. അപ്പനോട് പറഞ്ഞു, അപ്പ, എൻ്റെ സ്വത്തെല്ലാം വിറ്റെനിക്ക് കാശ് വേണം. അപ്പൻ പറഞ്ഞു, കുഞ്ഞേ, നിനക്ക് ജീവിതകാലം ജീവിക്കാനുള്ള നന്മയാ ഞാൻ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത്. ഇത് വിറ്റ് ഞാൻ തരത്തില്ല. അവൻ പറഞ്ഞില്ല,
എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പോകണം, എൻ്റെ സ്വത്ത് വിറ്റ് കാശ് തരണം. ഈ അപ്പൻ നല്ലവണ്ണം പറഞ്ഞു, മോനെ ഇത് നല്ലതല്ല, ഇത് നിന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണ്. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. കാരണം അവൻ്റെ ചിന്തയും മനസ്സുമെല്ലാം ലോകത്തിലും ലോകമോഹത്തിലും ലോകത്തിലെ തൻ്റെ ബന്ധങ്ങളിലായിരുന്നു. അതുകൊണ്ട് അവനൊന്നും മനസ്സിലായില്ല. എന്നാൽ ഈ അപ്പൻ മകന്റെ നിർബന്ധത്താൽ ഈ മകന് കൊടുക്കേണ്ട സകല സ്വത്തും വിറ്റ് അവൻ്റെ കാശ് കരത്തിൽ കൊടുത്തു. ഇവൻ ഈ സമ്പത്തും കൊണ്ട് വേറെ ഒരു ദേശത്തേക്ക് പോയി. കൂട്ടുകാരുമായി ഒത്തിരി മാസങ്ങളും വർഷങ്ങളും താമസിച്ചു. പക്ഷേ തൻ്റെ കരത്തിലുള്ള എല്ലാ സമ്പത്തും തീർന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കൂട്ടുകാർ ഓരോന്നായിട്ട് അവനെ ഉപേക്ഷിക്കാൻ തുടങ്ങി. അവസാനം അവൻ്റെ കരത്തിൽ അവന് കഴിക്കാൻ ആഹാരത്തിനുള്ള കാശ് പോലും അവൻ്റെ കരത്തിലില്ല. അങ്ങനെ അവൻ വളരെ വിഷമിച്ചു. അവനായിരുന്ന ആ പട്ടണത്തിൽ ഒരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ച് പന്നികളെ വളർത്തുന്ന അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന അവരുടെ അടുക്കിലേക്ക് ചെന്നൊരു ജോലി ചോദിച്ചു. തൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം പൈസ കിട്ടണമെന്നല്ല, കാരണം ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി. അങ്ങനെ അവൻ അവിടെ ചെന്ന് പന്നിയെ വളർത്താൻ തനിക്ക് അനുവാദം കിട്ടി. പന്നികൾക്ക് വാളയിര എന്ന് പറയുന്ന ആഹാരമാണ് കൊടുക്കുന്നത്. പന്നികൾക്ക് കൊടുക്കുന്ന ആ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പോലും താൻ ആഗ്രഹിച്ചു. പക്ഷെ അതുപോലും കൊടുത്തില്ല. ആ സമയത്ത് തനിക്ക് പാപബോധമുണ്ടായി. തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടു. അവിടെ വെച്ച് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഞാൻ അപ്പനോട് സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഈ ഭൂമിയിലെ അപ്പനോടും സ്വർഗീയ പിതാവായ അപ്പനോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ ഈ ഭൂമിയിലെ എൻ്റെ അപ്പൻ്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല. പക്ഷേ ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് മടങ്ങിച്ചെല്ലും. അപ്പൻ ഒരുപക്ഷെ എന്നെ കൈക്കൊള്ളുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും വീട്ടിലെ ഒരു കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊണ്ടാൽ മതി. ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. അങ്ങനെ അവൻ തീരുമാനമെടുത്തു. വർഷങ്ങളായി വീട് വിട്ട് ദേശം വിട്ട് ഭവനം വിട്ടു പോയതാ. പക്ഷെ ഇവൻ വരുമെന്ന അപ്പന് ഉറപ്പുണ്ട്. ആ അപ്പൻ അവനെ കാത്തിരിക്കുകയായിരുന്നു. ദൂരത്തുനിന്ന് വരുമ്പോൾ തന്നെ അപ്പന് വർഷങ്ങൾ കൊണ്ട് നാട് വിട്ടുപോയതായ മകനെ തിരിച്ചറിഞ്ഞു. അവൻ പ്രാകൃതകനാണ്, മുടിവെട്ടിയിട്ടില്ല, മുഷിഞ്ഞ വേഷമാണ്. പക്ഷേ ഈ അപ്പൻ തിരിച്ചറിഞ്ഞു, എൻ്റെ മകനാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, നീ ഏതു മേഖലയിൽ പോയാലും സ്വർഗീയ അപ്പൻ നിന്നെ തിരിച്ചറിയും. സ്വർഗീയ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ കൈവിടുകയില്ല. നീ എന്ത് തെറ്റു ചെയ്താലും നീ സ്വർഗീയ അപ്പനോട് ഏറ്റുപറഞ്ഞ് മടങ്ങുക. ആ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ അപ്പൻ്റെ പ്രത്യേകത കരുണയുള്ള അപ്പനാണ്. നിന്നെ ശുശ്രൂഷിക്കുന്ന അപ്പനാണ്, നിന്നെ ആദരിക്കുന്ന അപ്പനാണ്, നിന്നെ സ്നേഹിക്കുന്ന അപ്പനാണ്. അങ്ങനെ ഈ അപ്പൻ ദൂരെ നിന്ന് മകനെ തിരിച്ചറിഞ്ഞു. ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചിട്ട് അപ്പൻ പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചുപോയി, പക്ഷെ എനിക്ക് മടക്കി കിട്ടിയിരിക്കുന്നു. എൻ്റെ മകനെ എനിക്ക് നഷ്ടമായിരുന്നു, പക്ഷെ എനിക്ക് മടക്കി കിട്ടിയിരിക്കുന്നു. മകനെ, നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്നു. അതാണ് പ്രിയപ്പെട്ടവരെ, ഈ അപ്പൻ എന്ത് ചെയ്തു? ഇവൻ്റെ മുഷിഞ്ഞ വസ്ത്രമെല്ലാം മാറ്റി, ഇവനെ നന്നായി കുളിപ്പിച്ചു, ഇവന് മുടിയെല്ലാം വെട്ടി, ഇവന് മാലയും മോതിരം ഒക്കെ ഇട്ടുകൊടുത്തു. വേലക്കാരോട് പറഞ്ഞു, നല്ല പശുക്കിടാവിനെ എടുത്ത് കൊന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി ഇവന് കൊടുക്കുക. ആ അപ്പൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മരിച്ചവനായിരുന്നു, എനിക്ക് മടക്കി കിട്ടി. അപ്പൻ പറഞ്ഞു, വർഷങ്ങൾ കൊണ്ട് അവൻ കാണാതെ പോയി തിരിച്ചു കിട്ടിയത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പൻ്റെ പ്രത്യേകത അതാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ സ്വർഗീയ അപ്പൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ കരുണയുള്ള പിതാവാണ്, അവൻ ആദരിക്കുന്ന പിതാവാണ്, അവൻ സ്നേഹിക്കുന്ന പിതാവാണ്, അവൻ നിന്നെ ശുശ്രൂഷിക്കുന്ന അപ്പനാണ്. ഈ ശബ്ദം കേൾക്കുന്ന ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, ആ സ്വർഗീയ അപ്പനെ വിട്ട് നിങ്ങൾ ആരെങ്കിലും ലോകത്തിൻ്റെ മോഹത്തിലോട്ട് നിങ്ങൾ പോയെങ്കിൽ, ആ സ്വർഗത്തിൽ അപ്പൻ്റെ പ്രത്യേകത അവൻ കരുണയുള്ള അപ്പനാണ്, അവൻ നിന്നെ ആദരിക്കുന്ന അപ്പനാണ്, അവൻ നിന്നെ സ്നേഹിക്കുന്ന അപ്പനാണ്. നീ മടങ്ങി വാ. നിന്റെ ഏത് തെറ്റായിരുന്നാലും ഈ മകൻ മടങ്ങി വന്നപ്പോൾ പറഞ്ഞു, അപ്പാ, ഞാൻ സ്വർഗത്തോട് അപ്പനോട് പാപം ചെയ്തിരിക്കുന്നു. അവന് പാപബോധമുണ്ടായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ,
ഈ ദൈവശബ്ദം നിങ്ങൾ ആരെയോ തൊടുകയാണ്. പ്രത്യേകിച്ച് യൗവന തലമുറകളെ തൊടുകയാണ്. ഏതോ മദ്യപാനത്തിലായിരിക്കുന്ന ഒരു പരിശുദ്ധാത്മ തൊടുകയാണ്. നിന്റെ ദുർശീലങ്ങൾ നിനക്ക് വിടാൻ മനസ്സുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എന്നാൽ നീ കർത്താവേ, ഒരു ജീവിക്കുന്ന യേശു കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വിടാൻ കഴിയുന്നില്ല എന്ന പരിശുദ്ധാത്മനെ സഹായിക്കണം. ഏതെങ്കിലും യൗവനക്കാരികളോ അറിയാതെ, ഏതെങ്കിലും അറിഞ്ഞോ അറിയാതെ പാവക്കുരുക്കൽ നീ അകപ്പെട്ടുവെങ്കിൽ നീ പറ, സ്വർഗീയ പിതാവ് എനിക്കുണ്ട് അപ്പ, എനിക്ക് വിടാൻ മനസ്സുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല, എനിക്കൊന്ന് പുറത്തു വരണം, ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു, നീ എന്നോട് കരുണ തോന്നണമേ. നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? ഈ ദൈവശബ്ദം കേൾക്കുന്ന ഏതോ ഭവനത്തോട് നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ വാക്ക് കേൾക്കാതെ ലോകത്തിന്റെ ഇമ്പത്തിലാണോ? അവരനുസരണക്കേടായിരിക്കുന്നു. അവർ ദൈവസന്നി കടന്നു വരുന്നില്ലയോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ദൈവസന്നി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവരെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു അപ്പനുണ്ട്. കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേൾക്കുന്നവർക്കായി സ്തോത്രം. ലോകത്തിന്റെ മോഹങ്ങളിലോ പാവങ്ങളിലോ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയെങ്കിൽ ആ സ്വർഗീയ പിതാവ് സ്നേഹിക്കുന്ന അപ്പനാണ്, കരുണയുള്ള അപ്പനാണ്, ആദരിക്കുന്ന അപ്പനാണ്, ശുശ്രൂഷിക്കുന്ന അപ്പനാണ്. അപ്പാ, അങ്ങനെയുള്ള മക്കളെ അങ്ങ് ചേർത്ത് പിടിക്കണമേ, അങ്ങ് ചേർത്ത് പിടിക്കണമേ. ആ നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കണം. വിട്ടുമാറാൻ കഴിയാത്ത ഏതെങ്കിലും ദുർശീലങ്ങൾ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ ബ്രേക്ക് ആകട്ടെ. പരിശുദ്ധാത്മാവെ ഒരു സ്വാതന്ത്ര്യമാക്കണം. ക്രിസ്തുവിൽ അവർ പുറത്തു വരാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.